സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണുന്നത് കുറച്ച് കൂട്ടുകാർ ചേർന്ന് എൻജോയ് ചെയ്യുന്നതാണ്. അതിൽ ഈ വൈറ്റ് ടീഷർട്ട് ഇട്ടവൻ്റെ പേരാണ് ടോം. അടുത്തുള്ളത് അവൻ്റെ സഹോദരിയാണ്. അങ്ങനെ അവിടെ നിന്നും ഇവർക്ക് ഗെയിം ഓഫ് ദി ഡെത്ത് എന്ന് പറയുന്ന ഗെയിം കിട്ടുകയാണ്. അതോടെ ആ സീന് കട്ടാവുകയാണ്. ഇവരെല്ലാം ചേർന്ന് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു റിസോർട്ടിൽ വന്നതാണ്. അപ്പോൾ അവർ തീരുമാനിക്കുവാണ് ആ ഗെയിം ഓഫ് ദി ഡെത്ത് എന്ന് പറയുന്ന ഗെയിം കളിക്കാൻ. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരുത്തൻ അതിൻ്റെ റൂൾ എടുത്ത് വായിക്കുകയാണ്. അതിലിങ്ങനെയാണ്: ഈ ഗെയിം കളിക്കുന്നവർക്കും കൂടാതെ മറ്റുള്ളവർക്കും അപകടം പറ്റും. പിന്നെ ഇതിൽ ജയിക്കണമെങ്കിൽ അവസാനം വരെ മരിക്കാതെ നിൽക്കണമെന്നും അതൊക്കെ കേട്ട് ഒരു മൈൻഡുമില്ലാതെ അവർ ഗെയിം തുടങ്ങി വെക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി അവരുടെ വിരലുകൾ ആ ബോർഡിലേക്ക് വെക്കുന്നു. അപ്പോൾ അവരുടെ വിരലുകളിൽ എന്തോ സൂചി തറിക്കുന്ന പോലെ തറിക്കുകയാണ്. നോക്കുമ്പോൾ അവരുടെ ഓരോ രക്തവും ആ ഗോഡ് വലിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ ഗെയിം തുടങ്ങുകയാണ്. ആ ഗെയിമിൻ്റെ ഡിസ്പ്ലേയിൽ ഒരു നമ്പർ തെളിഞ്ഞു വരുന്നു. ആ നമ്പർ 24 അങ്ങനെ ടോമിൻ്റെ സിസ്റ്റർ ബാക്കിയുള്ള റൂളും കൂടി വായിക്കുകയാണ്. അതിലിങ്ങനെയാണുള്ളത്: നിങ്ങൾ ഈ ഗെയിം കളിക്കുമ്പോൾ മറ്റുള്ളവരെ കൊന്നില്ലെങ്കിൽ ഈ ഗെയിം നിങ്ങളെയും കൊല്ലും. അതുകൂടാതെ 24 എന്നുള്ള നമ്പർ 0 എത്തിയാൽ ഈ ഗെയിം അവസാനിക്കും. അങ്ങനെ അതെല്ലാവരും കേട്ടപ്പോൾ അവർക്കൊക്കെ പേടിയായി തുടങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് അവർ പുറത്ത് വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് അവരോടുള്ള ഒരുത്തൻ പറയുകയാണ് തല വല്ലാതെ വേദനയാകുന്നെന്ന്. അങ്ങനെ അവർ പ്രതീക്ഷിക്കാതെ തന്നെ അവൻ്റെ തല പൊട്ടിച്ചെതറുകയാണ്. അങ്ങനെ അവർക്ക് മനസ്സിലാവുകയാണ് അത് സീരിയസ് ആയി തുടങ്ങിയെന്ന്. അപ്പോൾ ടോമും അവൻ്റെ സിസ്റ്ററും കൂടി നോക്കുമ്പോൾ 24 എന്നുള്ള നമ്പർ 23 മാറുകയാണ്. കാരണം അതിലുള്ള ഒരുത്തൻ മരിച്ചില്ലേ, അതാണ്. അങ്ങനെ അവിടെയുള്ള ഒരുത്തൻ അവരെ എല്ലാം കൂട്ടി റൂമിൻ്റെ ഉള്ളിലേക്കാക്കി വാതിലടക്കുകയാണ്. കാരണം അവൻ കരുതിയത് ആരോ പുറത്തു നിന്നും ഷൂട്ട് ചെയ്തതാണെന്ന്. അപ്പോൾ ടോം പുറത്തേക്ക് നോക്കുമ്പോൾ ആരെയും തന്നെ കാണുന്നില്ലായിരുന്നു. എന്നാലും ആ പയ്യൻ ഉറപ്പിച്ച് പറയുകയാണ് പുറത്തുനിന്ന് ആരോ അവനെ ഷൂട്ട് ചെയ്തതാണെന്ന്. പെട്ടെന്ന് ആരോ വീടിൻ്റെ കോളിംഗ് ബെൽ അടിക്കുന്നു. അപ്പോൾ എല്ലാവരും ഷോക്കായി നോക്കുന്നു. ടോം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരൊരു ഗണ്ണെടുത്തിട്ട് വാതിൽ തുറക്കാൻ പോവുകയാണ്. അങ്ങനെ ടോം ഗണ്ണും എടുത്ത് വാതിൽ തുറന്നു നോക്കുമ്പോൾ അതൊരു മുത്തശ്ശനായിരുന്നു. അങ്ങനെ ടോം അവരെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. അപ്പോൾ അയാൾ പറയുകയാണ് ഞാനിതിൻ്റെ അയൽപ്പക്കത്തുള്ള ആളാണ്, നിങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട് വന്നതാണെന്ന്. അപ്പോൾ അത് ആരും തന്നെ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിൻ്റെ അയൽപ്പക്കത്തൊന്നും ഒരു വീട് പോലും ഇല്ല. അങ്ങനെ പെട്ടെന്ന് അവരുടെ ടീമിലുള്ള ഒരുത്തനും കൂടി തലവേദന വരികയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ അവൻ്റെ തല വല്ലാതെ വലുതായി, അതും ആദ്യത്തെ പോലെ തന്നെ പൊട്ടിത്തെറിച്ച് അവനും മരിക്കുകയാണ്. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് മരിച്ചതുകൊണ്ട് അവരെല്ലാം വലിയ ഷോക്കായി മാറുകയാണ്. അങ്ങനെ അവരുടെ ഗ്യാങ്ങിലുള്ള ഒരുത്തി ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിച്ച് പറയുകയാണ് ഞങ്ങളെല്ലാം വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ ലൊക്കേഷനും അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ടോം പറയുകയാണ് ഇതെല്ലാം ഈ ഗെയിമിനെ കൊണ്ട് സംഭവിച്ചതാണെന്ന്. കാരണം ഈ ഗെയിം തുറന്നപ്പോൾ തന്നെ 24 നമ്പർ. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള 2 പേര് മരിച്ചതുകൊണ്ട് 22 മാറിയിരിക്കുകയാണ്. ഈ ഗെയിമാണ് നമ്മുടെ നാശത്തിന് കാരണമെന്ന് പറയുന്നു. അപ്പോൾ ആദ്യം കണ്ട ആ പയ്യൻ ആ ഗെയിം എടുത്ത് വെച്ചിട്ട് അത് ഒരു ചുറ്റിക വെച്ച് അടിച്ച് പൊട്ടിക്കുകയാണ്. നോക്കുമ്പോൾ ആ ഗെയിമിന് ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇപ്പോൾ ടോം പറയുന്നു ഞാൻ ഈ വൃദ്ധനെ കൊല്ലാൻ പോവുകയാണെന്ന്. കാരണം ആരെങ്കിലും കൊന്നാലേ നമ്മൾ ഈ ഗെയിമിൽ നിന്ന് ജയിക്കുകയുള്ളൂ, അല്ലേ അവന് സംഭവിച്ച പോലെ നമുക്കും സംഭവിക്കും. അപ്പോൾ അവൻ ആ വൃദ്ധനെ ഷൂട്ട് ചെയ്തതും ആ ഗെയിമിലുള്ള 22 എന്ന നമ്പർ 21 മാറുന്നു. അങ്ങനെ അവരെല്ലാം കൂടി അവിടെ നിന്ന് പോകുന്നു. ആ ഗെയിമും എടുത്തിട്ട് അവർ കാറിൽ കയറി പോവുകയാണ്. ഇപ്പോൾ ടോം പറയുന്നു ഇനിയും നമ്മൾ 21 പേരെ കൊന്നാലേ ഈ ഗെയിമിൽ നമ്മൾ വിജയിക്കൂ എന്ന് പറയുന്നു. അല്ലേ നമ്മളുടെ കാര്യം പോക്കാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതും കേട്ടിരുന്ന അവൻ ആ ഡ്രൈവർ ഒരാളെ ഇടിക്കാൻ പോവുകയാണ്. അപ്പോൾ അയാൾ പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ ആ ഡ്രൈവർ പറയുകയാണ് ഇതെൻ്റെ തെറ്റാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞ് സോൾവ് ആക്കുകയാണ്. അപ്പോൾ നേരെ ടോം ആ ഡ്രൈവറുടെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് അവൻ്റെ നേരെ വണ്ടി കാറ്റ് എന്ന് പറയുകയാണ്. അവൻ്റെ നേരെ കൂടി വണ്ടി കാറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഡ്രൈവർ ആദ്യം തന്നെ ഒന്ന് നിരസിച്ചു. അങ്ങനെ ടോം അവനെയും കൊല്ലുമെന്ന് ഉറപ്പായപ്പോൾ അവൻ അയാളുടെ ദേഹത്തൂട്ടി വണ്ടി കയറ്റി കൊല്ലുകയാണ്. അങ്ങനെ വണ്ടി ഇടിച്ച് അവർ 2 പീസായി പോവുകയാണ്. എന്നിട്ടും അവർ മരിക്കാത്ത കൊണ്ട് അവരെ ചവിട്ടി കൊല്ലുകയാണ് ടോം. എന്നാൽ ഇതൊക്കെ കണ്ട് ഒരു ജോഗിങ്ങിന് വന്നൊരു പെണ്ണുണ്ടായിരുന്നു. അങ്ങനെ അവളെ കണ്ടെന്ന് മനസ്സിലാക്കുവാണ്. ടോം അവരുടെ നേരെ ഗണ്ണ് ചൂണ്ടിയതും ഓടുകയാണ്. ടോമും അവൻ്റെ സഹോദരിയും കൂടി അവരുടെ പിന്നാലെ ഓടുകയാണ്. ഇപ്പോൾ അവർ നിലത്ത് വീണിരിക്കുകയാണ്. ടോം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ്റെ സഹോദരിയോടൊക്കെ ഗണ്ണ് കൊടുത്തിട്ട് പറയുകയാണ് നീ ഇവരെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ സഹോദരി പറയുകയാണ് എന്നെക്കൊണ്ടാവില്ല എന്ന്. അപ്പോൾ ടോം അവരെ ഷൂട്ട് ചെയ്യുകയാണ്.
ഇപ്പോൾ അവരുടെ ഇടയ്ക്ക് വലിയൊരു വഴക്കുണ്ടാവുകയാണ്. നമ്മളെന്തിനാണ് ഇങ്ങനെ പാവങ്ങളെ കൊല്ലുന്നത്? അവരെന്താണ് ചെയ്തത്? ഈ ഗെയിം നമ്മളല്ലേ തുടങ്ങി വെച്ചത്? അന്നേരം നമ്മളല്ലേ ശിക്ഷിക്കപ്പെടേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ അടിയാവുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു ലേഡി പോലീസ് അവിടേക്ക് വരികയാണ്. അങ്ങനെ ആദ്യം തന്നെ അവർ ഇവരെ കണ്ടതും ഒന്ന് ഭയക്കുകയാണ്. കാരണം ഇവരുടെ ദേഹത്തും കാറിലൊക്കെ രക്തമാണല്ലോ. അതുകൊണ്ട് ഇവരൊരു ചെറിയൊരു ഷൂട്ട് ഗണ്ണും എടുത്തിട്ടാണ് ഇവരുടെ അടുക്ക വരുന്നത്. എന്നിട്ട് അവർ ചോദിക്കുവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അങ്ങനെ അവർ പറയുകയാണ്, സഹായമൊന്നും വേണ്ട, ഒരു മാന് മുന്നിൽ ചാടിയപ്പോഴാണ് ഇതുപോലെ രക്തക്കറയൊക്കെ ആയതെന്ന് അവൻ പറയുകയാണ്. എന്നിട്ട് ആ പോലീസ് ഓഫീസർ ചോദിക്കുവാണ്, മാൻ എവിടെയെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, അതിനെ ഞാളിപ്പോൾ കാട്ടിൽ എറിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ പോലീസ് ഓഫീസറൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ആ കാറിലുണ്ടായിരുന്ന ഒരുത്തിയുടെ തല പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇത് കണ്ടതും പോലീസ് ഓഫീസർക്ക് എന്തൊക്കെയോ നടക്കുന്നുവെന്ന് വിചാരിച്ച് അവരുടെ നേരെ ചോക്ക് ചൂണ്ടുകയാണ്. ടോം വേഗം പോയി അവൻ്റെ തോക്കും എടുത്തിട്ട് അവളെ കൊല്ലാൻ നോക്കുന്നു. അപ്പോൾ ഒരുത്തി വന്നിട്ട് അവനെ തടയുന്നു. എന്നാൽ അവൻ അവളുടെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് വേഗം അവൻ്റെ കാറും എടുത്ത് രക്ഷപ്പെടുന്നു. ഇപ്പോൾ ആ പയ്യൻ്റെ തല ബലൂണ് പോലെ വീർത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ ആ പെണ്ണ് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പോലീസ് ഓഫീസറെ കൊല്ലുകയാണ്. അതിനുശേഷം അവരുടെ കാറും പിന്നെ അവരുടെ ഗണ്ണും എടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ്. ടോമും പിന്നെ അവൻ്റെ സഹോദരിയും കൂടി അവൻ്റെ കാറിലാണ് പോകുന്നത്. ആ പയ്യൻ ഒരു ഡെലിവറി ബോയ് ആയതുകൊണ്ട് അതിൽ GPS ട്രാക്കർ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവർ അവനെ ട്രാക്ക് ചെയ്യുന്നു പിടിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ടോമും അവൻ്റെ സഹോദരിയും മറ്റുള്ളവരെ കൊന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്നു. ഇവർ മറ്റുള്ളവരെ സഹായിക്കാനുമാണ് നോക്കുന്നത്. അപ്പോൾ ടോമും അവൻ്റെ സഹോദരിയും കൂടി ഒരു ഹോസ്പിറ്റലിലാണ് എത്തിയിരിക്കുന്നത്. അവിടെയുള്ളവരൊക്കെ കൊന്നിട്ട് ഈ ഗെയിമിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവരുടെ പ്ലാന്. അങ്ങനെ ഇവർ കണ്ണിൽ കാണുന്ന മുഴുവൻ ആളെയും ഇവർ കുത്തി കൊല്ലുകയും തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോഴാണ് ഇവർ രണ്ടുപേരും അവിടെ ട്രാക്ക് ചെയ്തെത്തിയത്. അങ്ങനെ ടോമിൻ്റെ സഹോദരി ഒരു കാഴ്ച കാണുകയാണ്. അത് വേറൊന്നുമല്ല, ഒരു ചെറിയൊരു പെൺകുട്ടി അവരുടെ മുന്നിലേക്ക് വരികയാണ്. അങ്ങനെ അവളുടെ നേരെ തോക്ക് ചൂണ്ടുകയാണ്. എന്നിട്ട് അവൾക്കൊരു തോന്നലാണ് ഇവളെ കൊല്ലണോ വേണ്ടയോ എന്ന്. അപ്പോഴേക്കും അവർ രണ്ടുപേരും വന്നിട്ട് അവളോട് പറയുകയാണ്, നീ വേഗം തോക്ക് താഴെ ഇടില്ലേ, നിന്നെ ഞങ്ങൾ കൊല്ലും. എന്നിട്ട് അവൾ തോക്ക് താഴെ ഇടുമ്പോൾ അവളെ ടോമിൻ്റെ സഹോദരിയെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് ആ കുട്ടിയെയും കൂട്ടി അവിടെ നിന്നും രക്ഷിക്കുകയാണ്. അവളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. ഇതേ സമയം അവിടേക്ക് ഇതൊക്കെ അറിഞ്ഞ പോലീസുകാർ എത്തുകയാണ്. മുഴുവൻ പോലീസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ടോം അവൻ്റെ സഹോദരിയെ കാണുന്നു. അത് കണ്ടതും അവന് സങ്കടം സഹിക്കാൻ വയ്യാതെ അവിടുന്ന് തല പൊട്ടി കരയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവൻ്റെ മുന്നിലേക്ക് വരുന്നു. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, നമ്മളെന്തിന് ഇവരെയൊക്കെ കൊല്ലണം? ഇവരങ്ങ് പാവങ്ങളല്ലേ, നമ്മളെന്ത് ചെയ്തു എന്ന്. അപ്പോൾ ടോം പറയുകയാണ്, നമ്മളെന്തിന് ചാവണം, നമ്മളൊന്നും ആക്കിയിട്ടില്ലല്ലോ, ഈ ഗെയിം കാരണമൊക്കെ ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയുകയാണ്. എന്നിട്ട് ടോം അവൻ്റെ ഗണ്ണെടുക്കാൻ നോക്കുന്നു. അങ്ങനെ ആ പയ്യനും ടോമും വഴക്കാവുന്നു. അതിനിടെ ടോം മരിക്കുകയാണ്. ഇപ്പോൾ ആ ഗെയിമിലെ ബോർഡ് നോക്കുമ്പോൾ 2 എന്നുള്ള നമ്പർ 1 മാറുകയാണ്. എന്നിട്ട് അവർ പരസ്പരം നോക്കുകയാണ്. ഇപ്പോൾ അവർ മറ്റുള്ളവരെ കൊല്ലുകയോ അല്ലെങ്കിൽ അവർ രണ്ടുപേരിലെ ആരെങ്കിലും മരിക്കുകയോ ചെയ്യണം എന്നൊക്കെ അവരിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ പെണ്ണ് അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പയ്യനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇപ്പോൾ ആ ഗെയിമിൻ്റെ ഡിസ്പ്ലേയിൽ നോക്കുമ്പോൾ യു ആർ വിൻ എന്ന് പറഞ്ഞു വരികയാണ്. പിന്നെ അതുകൂടാതെ ഒരു കാർഡും വരികയാണ്. അങ്ങനെ അവിടെ മൊത്തം പോലീസ് വളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പിന്നെ കാണിക്കുന്നത് കുറേ ഗിഫ്റ്റൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് സീസണാണ്. അങ്ങനെ ആ ഗെയിം ഒരു ഗിഫ്റ്റിലുണ്ടായിരുന്നു. അതൊരു പോലീസ് ഓഫീസറിന് കിട്ടുകയാണ്. അങ്ങനെ അവനത് തുറന്നു നോക്കിയതും എനിക്ക് ഗെയിമൊക്കെ വളരെ ഇഷ്ടമാണെന്നും പറഞ്ഞ് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. ഈ സിനിമ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതുപോലുള്ള സിനിമകൾ വേണമെങ്കിൽ കമൻ്റ് ഇടുക.